ഇടയ്ക്ക് തേപ്പൊക്കെ കിട്ടുമ്പോ കൂടുതൽ ഇരുമ്പിനെയൊക്കെ ഞാൻ പ്രേമിക്കും. അപ്പൊ നോർമലി ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ പ്രാക്ടിക്കലി അവർ സ്കിൽഡ് ആണ് അവര്. ഓക്കെ. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഏത് തരത്തിലുള്ള എക്സസൈസ് കുറച്ച് എന്ത് ചിലപ്പോ അവര് പറയുന്നത് എന്താ വെച്ചാല് അത് ചെയ്യാൻ തെറ്റാണ്, ഇത് ചെയ്യാൻ തെറ്റാണ്. അപ്പൊ എന്തുകൊണ്ട് തെറ്റാവണോ എന്ന് മാത്രം ഇവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ ആ ഏരിയയിലാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എന്തുകൊണ്ട് തെറ്റ്, അതായത് ബയോമെക്കാനിക്കൽ, കൈനസോളജി ഇത് പഠിച്ചു കഴിയുമ്പോൾ നോർമലി നിങ്ങൾക്ക് ഇത് തെറ്റ് എന്തുകൊണ്ടാണെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഓക്കെ. പറ്റും. ആ തരത്തിലുള്ള തിയറട്ടിക്കൽ നോളജ് ഇവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ആദ്യം അവർക്ക് ബോറിംഗ് ആണ്, പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് അവര് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള വിഷയമാണ് പഠിക്കുന്നത്. ഓക്കെ. അവര് ബൈസെപ്സിനെ കുറിച്ചും ട്രൈസെപ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ലാറ്റിസിമസ് ഡോഴ്സിനെ കുറിച്ചും എന്നൊക്കെ പുതിയ പേരിൽ കേൾക്കുന്നു. നമ്മുടെ ബാക്കിന് വിങ്സ് എന്ന് പറയുന്നു, ബൈസിന് ബൈസ് എന്ന് പറയുന്നു, ട്രൈസ് എന്ന് പറയുന്നു. അപ്പൊ ഈ മസിൽസിന്റെ പേരുകൾ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നു. ഇത് എവിടെ ഒറിജിൻ ചെയ്യുന്നു, ഇതിന്റെ പണി എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ വരുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അവരുടെ മൈൻഡിലേക്ക് കയറി പഠിപ്പിച്ചാൽ അവർക്ക് അത് തല കയറും. അതൊക്കെ